കുരിശുമരണത്തിലൂടെ യേശുക്രിസ്തു മാനവരാശിക്ക് നൽകിയ പുതുജീവിതത്തിന്റെ ഓർമ്മ പുതുക്കി യുഎഇയിലും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ തുടങ്ങിയ പ്രത്യേക ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സുരക്ഷാ മുൻകരുതലുകളെ തുടർന്ന് ദുബായിലെ പള്ളികളിൽ വിശ്വാസികൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. യേശുവിന്റെ പീഡാസഹനത്തിന്റെ സ്മരണകളുമായി യുഎഇയിലെ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരിച്ചു. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക പള്ളിയിൽ മലയാളം കൂട്ടായ്മയുടെ ആത്മീയ ഗുരു ഫാദർ ടോം ജോസഫ് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണെന്നുള്ള പീഡാനുഭവ സന്ദേശവും ഇടവക ജനങ്ങൾക്ക് നൽകി. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി പ്രദക്ഷിണവും കുരിശുകുമ്പിടിയും നടന്നു. ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ പുലർച്ചെ 3 മണിയോടെയാണ് ദുഃഖവെള്ളിയുടെ ദിവ്യകർമ്മങ്ങൾ നടന്നത്. പിടിച്ചു നിർത്തി ചുമരിൽ വെച്ചു യേശുവിന്റെ പുറകെ ചുമന്നു കൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. യുഎഇ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വടക്കൻ എമിറേറ്റിലെ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ ഫാദർ ജോൺ തുണ്ടിയത്ത് കോർ എപ്പിസ്കോപ്പായുടെ നേതൃത്വത്തിൽ റാസൽ കൈമ സെന്റ് ആന്റണി ഓഫ് പാദുവ ദേവാലയത്തിൽ നടന്നു. ഷാർജ, ദുബായ്, റാസൽ കൈമ, ഫുജൈറ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. സുരക്ഷാ മുൻകരുതലുകളെ തുടർന്ന് ദുബായിലെ ദേവാലയങ്ങളിൽ വിശ്വാസികൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ നിയന്ത്രണം തുടരാനാണ് തീരുമാനം. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.